ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ചെയിനിങ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തെയാണ്. അത് പ്രകാരം നമുക്ക് ഒരു മെത്തേഡ് അതിനോടൊപ്പം തന്നെ ഈ ചെയിൻ എന്നുള്ള ആ കൺസെപ്റ്റ് പോലെ ഡോട്ട് ഇട്ട് അടുത്ത മെത്തേഡ് അങ്ങനെ ഒരു മെത്തേഡിനെ തുടർച്ചയായിട്ട് അടുത്ത മെത്തേഡ് അതിന്റെ അടുത്ത മെത്തേഡ് അങ്ങനെ വിളിക്കാവുന്ന അതിനെ നമ്മൾ ചെയിൻ അല്ലെ ശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫംഗ്ഷൻ കോൾ കഴിഞ്ഞാൽ അടുത്ത അങ്ങനെ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മെത്തേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അതൊന്ന് പഠിക്കാം. അതിനായിട്ട് നമുക്ക് ബിൽറ്റിൻ ആയിട്ടുള്ള മെത്തേഡ് സ്ട്രിംഗ് മെത്തേഡ്സ് കോൾ ചെയ്ത് നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് ചെയ്യാം. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു, ഫ്രൂട്ട് ഈസ് ഈക്വൽ ടു പൈനാപ്പിൾ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഇതൊരു സ്ട്രിംഗ് ആണ്. ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു സ്ട്രിംഗ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കുറെ ബിൽറ്റിൻ മെത്തേഡ്സ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. അപ്പൊ അത് 1 by 1 ആയിട്ട് നമുക്കൊന്ന് കോൾ ചെയ്യാം. ഇവിടെ ഞാനിവിടെ ഫ്രൂട്ട് ഡോട്ട് ഇവിടെ ഞാൻ റീപ്ലേസ് എന്ന് പറയാം. ആദ്യം കോൾ ചെയ്യുന്നു. റീപ്ലേസ് നമുക്ക് എന്തിനെയാണ്? പൈൻ എന്നുള്ളതിനെ ഞാൻ പൈൻ എ എന്നുള്ളതിനെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നു വിത്ത് എ എന്ന് ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ടു അപ്പർ കേസ് എന്ന് പറയുന്നു ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ടു അപ്പർ കേസ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ അപ്പർ കേസ് ആക്കും. ഇത് നമുക്കൊന്ന് ഇപ്പൊ നമ്മൾ ആദ്യം റീപ്ലേസ് എന്നുള്ള ഫംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ഫംഗ്ഷൻ അത് കഴിഞ്ഞ് കൊള്ളുന്നു ടു അപ്പർ കേസ്. എന്നിട്ട് നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ ആപ്പിൾ എന്ന് വന്നു. ഇനി ഇതിനെ വേറൊരു രീതിയിൽ കോൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷനും കൂടി ഇതിന്റെ പുറത്താടി. അപ്പൊ ആദ്യം നമ്മൾ റീപ്ലേസ് വെച്ചിട്ട് പൈൻ എ എന്നുള്ളതിനെ മാറ്റി ആപ്പിളിന്റെ എ കൊടുത്തപ്പോൾ അത് പൈനാപ്പിൾ എന്നുള്ളത് ആപ്പിളായി മാറി. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? അപ്പർ കേസ് ആക്കി. അപ്പൊ അത് അപ്പർ കേസ് ആയിട്ട് അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം ആപ്പിൾ എന്നുള്ളത്. ഇനി ഇത് കൂടാതെ ഞാൻ അതിന് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, charAt എന്ന് പറയുന്നു. ഇവിടെ നമുക്കൊരു ഇൻഡെക്സ് കൊടുക്കാം, 0 എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ നമുക്ക് charAt കൊടുക്കാം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇതിൽ 3 മെത്തേഡാണ് കോൾ ചെയ്തത്. ആദ്യം റീപ്ലേസ് മെത്തേഡ്, അത് പൈനാപ്പിളിനെ ആപ്പിൾ ആക്കി. അടുത്ത മെത്തേഡ് ടു അപ്പർ കേസ്, അത് അതിനെ അപ്പർ കേസ് ആക്കി മാറ്റി ആ റിസൾട്ടിന്, അതായത് ആപ്പിൾ എന്നുള്ള അപ്പർ കേസ് ആയി. അതിനുശേഷം അടുത്തത് charAt, അതിനകത്തുനിന്ന് ആദ്യത്തെ അക്ഷരം മാത്രം എടുത്തു നമുക്ക് തരുന്നു, അതാണ് എ. സോ ഇതേ എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിത് കൂടാതെ ഇത് കൂടുതൽ മെത്തേഡ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ടു ലോവർ കേസ്. ഇപ്പൊ ഞാൻ അടുത്തൊരു മെത്തേഡ് കൂടെ ആഡ് ചെയ്തു, ടു ലോവർ കേസ് എന്നാണ്. ആ അപ്പർ കേസ് ആദ്യത്തെ അപ്പർ കേസ് ആപ്പിൾ ആക്കി. അതിൽ നിന്ന് ആദ്യത്തെ അക്ഷരം അപ്പർ കേസ് എ ആയിരുന്നു, അതിനെ വീണ്ടും ലോവർ കേസ് ആക്കി. സോ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച മൊത്തം നമ്മൾ 4 മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് റീപ്ലേസ്, ഒന്ന് ടു അപ്പർ കേസ്, ഒന്ന് charAt, ഒന്ന് ടു ലോവർ കേസ്. സോ ഇത് നമ്മൾ മെത്തേഡ് ചെയിനിങ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന ഉദാഹരണമാണ് ഞാൻ ഇതുവഴി കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.